ഹലോ. ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ ദോസ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തിരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സൂചി, അതുപോലെ തൈര്. ഇതിപ്പോൾ തൈര് ഉടച്ച് വെള്ളമാക്കിയതാണ്. മോര് പരുവത്തിലുള്ളതും വെച്ച് കുഴച്ച് 20 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോഴത്തേക്കും ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്, സ്വാദ് കൂട്ടും. ഞാൻ മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അത്രയും ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത കുതിർത്ത് വെച്ച നമ്മുടെ സൂചി അത് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം അതിലോട്ട് 1 കപ്പ് അല്ലെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി ചേർക്കണം. എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തുകൊണ്ടാൽ മതി. സ്വാദനുസരിച്ച് ഉപ്പും ചേർക്കണം. ഇത്രയും ചേർത്തതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും അതിൻ്റെ കൂട്ടത്തിൽ വിനാഗിരിയും. അതോടൊപ്പം തന്നെ നമുക്ക് കടുക് വറുത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കടുക് വറുക്കുന്നതിൽ ജീരകം, കടുക്, ചുവന്ന മുളക് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. കടുക് വറുക്കുന്നത് ഒഴിവാക്കണമെന്നുള്ളവർക്ക് ഒഴിവാക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് അടച്ച് വെച്ച് കൊച്ചു കിണ്ണത്തപ്പം ചുടത്തില്ലേ, അതുപോലെ ചുറ്റിട്ട് വെച്ചാൽ മതി. നല്ല സ്വാദാണ്. അരി ഉഴുന്നും അരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബൺ ദോസ ശരിയായിട്ടും സത്യത്തിൽ എളുപ്പം കിട്ടിയിട്ടുണ്ട്.